1998 സുഷമ സ്വരാജ് 52 ദിവസം ഡൽഹി ഭരിച്ചതൊഴിച്ചാൽ BJP എല്ലായ്പ്പോഴും അധികാരത്തിന് പുറത്ത് തന്നെയായിരുന്നു. 27 വർഷത്തിന് ശേഷം ഡൽഹി പിടിച്ചപ്പോൾ സുഷമയുടെ പിൻഗാമി അവരെ പോലെ തന്നെ മികച്ചതാകണമെന്ന BJP തീരുമാനമാണ് രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം. മാനത്ത് നിന്നും പൊട്ടിവീണ നേതാവായ ആളല്ല രേഖ ഗുപ്ത. ABVP-യിൽ തുടങ്ങി പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വളർന്ന നേതാവ് കൂടിയാണ്. ശരിക്കും BJP-യുടെ പെൺപുലി എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് ഡൽഹി രാംലീല മൈതാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ BJP-ക്ക് രാജ്യത്തുള്ള ഏക വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത മാറും. 2007-ൽ നോർത്ത് പിതംപുരയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായി വിജയിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് 29,595 വോട്ടുകൾക്ക് AAP-യുടെ ബന്ദന കുമാരിയെ പരാജയപ്പെടുത്തിയത്. 2015-2020 തിരഞ്ഞെടുപ്പുകളിൽ രേഖ ഗുപ്ത ബന്ദന കുമാരിയോട് പരാജയപ്പെട്ടിരുന്നു. ഇതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഇത്തവണത്തെ വിജയം. പിന്നാലെ പാർട്ടി വലിയ ഉത്തരവാദിത്തവും ഏൽപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വനിതയെ ആയിരിക്കും BJP നിയോഗിക്കുക എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനിർണായക ചർച്ചകൾക്കൊടുവിലാണ് BJP-യുടെ പ്രഖ്യാപനം. വോട്ടെണ്ണി 11-ാം നാളാണ് BJP മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, സതീഷ് ഉപാധ്യായ, ആശിഷ് സൂദ്, ഷിഖ റോയ്, രേഖ ഗുപ്ത എന്നിവരുടെ പേരുകളാണ് അവസാന പട്ടികയിൽ ഉണ്ടായിരുന്നത്. 20 സംസ്ഥാനങ്ങളിലെയും NDA മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും എല്ലാ പ്രധാന നേതാക്കളെയും സെലിബ്രിറ്റികളെയും പങ്കെടുപ്പിച്ച് ചടങ്ങ് ശക്തി പ്രകടമാക്കാനാണ് BJP തീരുമാനം. അതേസമയം ചടങ്ങിലേക്ക് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും കാവൽ മുഖ്യമന്ത്രി അതിഷിയെയും ദില്ലി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി വിജയിച്ച രേഖയെ കേന്ദ്രഭരണസിരാ കേന്ദ്രത്തിന്റെ പതാകവാഹകയായി നിയമിച്ചതിൽ BJP-ക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനപ്പുറം ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ രേഖ ഗുപ്തയ്ക്ക് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിക്കാൻ BJP-യെ സഹായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പാർട്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്ക് 2500 രൂപ വെച്ച് നൽകുമെന്നതായിരുന്നു ഇതിലെ ഒരു പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ വാഗ്ദാനം നൽകിയത്. മാർച്ച് 8 രാജ്യാന്തര വനിതാ ദിനത്തിന് മുൻപായി തന്നെ പണം നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഇതിനൊപ്പം ഗർഭിണികൾക്ക് 21,000 രൂപയുടെ സഹായവും BJP വാഗ്ദാനം ചെയ്തിരുന്നു. യമുന നദി മലിനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP-യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നത്. വൃത്തിയാക്കാനായി ആം ആദ്മി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് BJP ആരോപിച്ചിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ യമുന നദിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധമാക്കുമെന്നും പാർട്ടി വ്യക്തമാക്കിയിരുന്നു. 3 വർഷത്തിനുള്ളിൽ 4 ഘട്ടങ്ങളായി ഇത് നടത്തുമെന്നായിരുന്നു പാർട്ടിയുടെ വാഗ്ദാനം. എന്നാൽ ഇതത്ര എളുപ്പമാവില്ലെന്ന് BJP-ക്ക് തന്നെ അറിയാം. ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ ഇത്രയും കാലം ഭരിച്ചതിന് പിന്നിൽ സർക്കാർ നൽകി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. സൗജന്യ വെള്ളം, വൈദ്യുതി, ആരോഗ്യ പരിപാലനം തുടങ്ങിയവയൊക്കെ ഇനിയും BJP-ക്കും തുടരേണ്ടി വരും. ഇത് തുടരുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJP ഉറപ്പു നൽകുകയും ചെയ്തു. ഇത് നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. മുൻപ് ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സർക്കാരിന് ധനനഷ്ടം ഉണ്ടാവുന്നുണ്ടെന്ന് BJP നിരന്തരം ആം ആദ്മി പാർട്ടിയെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത് തന്നെയാണ് ഇപ്പോൾ BJP സർക്കാരും ചെയ്യേണ്ടത്. ഡൽഹിയിലെ വായു മലിനീകരണം ഏറെ കാലമായുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഇതും പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനത്തിന് കാരണമായിരുന്നു. എത്രയും വേഗത്തിൽ തന്നെ BJP-ക്ക് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. എന്നാൽ വളരെ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് സാധ്യമാവൂ. ഇത് BJP-ക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതും രേഖ ഗുപ്തയ്ക്ക് വെല്ലുവിളിയാവും.